എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 13-ാമത് വാക്യം പറയുന്നത്, യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു എന്നാണ്. ദൈവാത്മബോധമുള്ള, ദൈവത്തോടു കൂടെ വസിക്കുന്ന, ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന, ദൈവവചനപ്രകാരം ജീവിതം മുൻപോട്ട് കഴിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആ മനുഷ്യൻ യഹോവ ഭക്തിയിൽ ജീവിക്കുകയും ദോഷത്തെ, തിന്മയെ, പാപത്തെ, പാപവഴികളെ പൂർണ്ണമായി നിരസിച്ചുകൊണ്ട്, വെറുത്തുകൊണ്ട്, അകറ്റി നിർത്തിക്കൊണ്ട് വിശ്വസ്തയോടുകൂടിയുള്ള ഒരു ജീവിതത്തിനു വേണ്ടി താൻ തന്നെ സമർപ്പിക്കുന്നവനാകുന്നു എന്ന് ഓർപ്പിക്കുക തന്നെയാണ്. നാം 119-ാം സങ്കീർത്തനത്തിൻ്റെ 105-ാമത്തെ വാക്യത്തിലേക്കൊന്ന് വരികയാണെങ്കിൽ, നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും ആകുന്നു എന്നോർപ്പിക്കുന്നുണ്ട്. ദൈവത്തോടു കൂടെ വസിക്കുന്ന ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ വചനത്തിലാണ് കൂടുതൽ ആശ്രയിക്കുന്നതെന്നും ആ ദൈവത്തിൻ്റെ വചനം കാലിന് ഒരു ദീപമായി, പാതയ്ക്ക് ഒരു പ്രകാശമായി നിലനിൽക്കുന്നു എന്നും ആയതുകൊണ്ട് ദോഷത്തെ പൂർണ്ണമായി വെറുത്തുകൊണ്ട് തിന്മയുള്ള വഴികളിലൂടെ യാത്ര ചെയ്യാതെ, ഇരുട്ടിൻ്റെ വഴികളിലൂടെ, ഇരുളടഞ്ഞ മണ്ഡലങ്ങളിലൂടെ യാത്ര ചെയ്യാതെ ദൈവവചനമാകുന്ന വെളിച്ചത്തിൽ കൂടെ യാത്ര ചെയ്യുവാൻ ഒരു വീണ്ടെടുക്കപ്പെട്ട ദൈവപൈതലിന് സാധിക്കുന്നു എന്ന് ഓർപ്പിച്ചിരിക്കുക തന്നെയാണ്. 111-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാമത് വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ പറയുന്നത്, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്, അവൻ്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു. യഹോവ ഭക്തിയിൽ ജീവിപ്പാനായി സ്വയം സമർപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും നല്ല ബുദ്ധിയുള്ളവരും, എല്ലാ നല്ല വഴികൾ മാത്രം തിരഞ്ഞെടുത്ത് ആ വഴികളിലൂടെ യാത്ര ചെയ്യുന്നവരുമാകുന്നു എന്നോർപ്പിക്കുമ്പോൾ തന്നെ ദോഷത്തെ, തിന്മയെ, അനീതിയെ, അകൃത്യത്തെ, ഇരുളിൻ്റെ പ്രവൃത്തികളെ എല്ലാം പൂർണ്ണമായി വെച്ചൊടിഞ്ഞുകൊണ്ട് ഭയഭക്തിയോടുകൂടി അവരുടെ ജീവിതം മുൻപോട്ട് കഴിപ്പാൻ അവർ അവരെ തന്നെ സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. നാം പഴയ പുതിയ നിയമത്തിലെ ഭക്തന്മാരായ ആളുകളെ പരിശോധിച്ചു നോക്കിയാൽ യോസേപ്പിനെ, ദാവീദിനെ, ഇബ്താഖിനെ ഒക്കെ പരിശോധിച്ചു നോക്കുമ്പോൾ അവർക്കൊക്കെ ദോഷത്തിന് പകരം ദോഷം ചെയ്യുവാനുള്ള സാധ്യതകൾ മുൻപിലുണ്ടായിരുന്നുവെങ്കിലും അവർ ദോഷത്തെ പൂർണ്ണമായി ക്ഷമിച്ചുകൊണ്ട് ദോഷം ചെയ്തവരോട് നന്മ ചെയ്യുവാനും, ദോഷം ചെയ്യാതെ കണ്ട് അവർ തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിപ്പാനുമായിട്ട് ഉത്സാഹിച്ചിരുന്നു എന്ന് നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നുണ്ട്. മൊർദെഖായി ഹാമാൻ ചെയ്തതായ പ്രവൃത്തിക്ക് തിരിച്ച് ദോഷം ചെയ്യുവാനുള്ള വഴികളും സാധ്യതകളും ഉണ്ടായിരുന്നുവെങ്കിലും ദോഷത്തെ വെറുക്കുന്ന ഓരോരുത്തരും അത് പ്രവർത്തിക്കാതെ കണ്ട് മുൻപോട്ട് പോകുവാനിടയായിത്തീരുന്നു എന്നുള്ളതാണ്. പുതിയ നിയമത്തിൽ പൗലോസിനെ നാം നോക്കുകയാണെങ്കിൽ ദോഷം ചെയ്യുവാൻ കഴിയുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരുന്നുവെങ്കിലും ദോഷത്തെ പൂർണ്ണമായി വെറുത്തുകൊണ്ട് നീതി മാത്രം ചെയ്യുവാൻ, നിർമ്മലതയോടെ ജീവിപ്പാൻ തന്നെ സമർപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം യഹോവ ഭക്തിയുള്ളവരും ദോഷത്തെ വെറുക്കുന്നവരും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വെച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ തകർന്നു പോകുന്ന ക്രിസ്തീയ ജീവിതമല്ല, നിലനിൽക്കുന്ന ക്രിസ്തീയ ജീവിതം നമുക്ക് കാഴ്ചവെക്കേണ്ടതിന്
പൂർണ്ണമായി ദോഷത്തെ നിരസിച്ചുകൊണ്ട് നന്മയെ പ്രവർത്തിക്കുന്നവരെ മുന്നോട്ട് യാത്ര ചെയ്യാം. അതിനെൻ്റെ കേൾവിക്കാരായ നിങ്ങളെ ഏവരെയും ദൈവം സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ ദോഷം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി തകർന്നു പോകുകയല്ല, ദൈവസ്നേഹത്തിൽ ഞങ്ങൾക്ക് ദോഷത്തെ വെറുത്തുകൊണ്ട് ദൈവകൃപയിൽ നിലനിൽപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ദിവ്യമായ ദൈവിക അനുഗ്രഹം കൊണ്ട് നിറയ്ക്കണം. ദൈവവചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.